എല്ലാ പ്രിയപ്പെട്ടവർക്കും ആരാധനാമൃത ചിന്തകളിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്നത്തെ ചിന്തയ്ക്കായി മത്തായി എഴുതിയ സുവിശേഷം 2-ാം അധ്യായം അതിൻ്റെ 5-ാം വാക്യത്തിൻ്റെ ഒടുവിലത്തെ ഭാഗം വായിക്കുന്നു. യഹൂദിയിലെ ബെത്ലഹേമിൽ തന്നെ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ജനനത്തോടനുബന്ധിച്ച് വിദ്വാൻമാർ യഹൂദിയിലേക്ക് കടന്നു വരികയാണ്. യഹൂദന്മാരുടെ രാജാവായി പിറന്നവൻ എവിടെയെന്ന ചോദ്യവുമായിട്ട്. അതിൻ്റെ മറുപടി അവർ തന്നെ പറയുന്നുണ്ട്. മീഖാ പ്രവാചകൻ്റെ പുസ്തകം 5-ാം അധ്യായം 2-ാം വാക്യത്തിൽ പ്രവാചകൻ പ്രവചിച്ച വാക്യം ഇവിടെ ഉദ്ധരിച്ചു പറയുകയാണ്. യേശുക്രിസ്തു ബെത്ലഹേമിൽ ജനിക്കും. ബെത്ലഹേം എന്ന വാക്കിൻ്റെ അർത്ഥം അപ്പത്തിൻ്റെ ഭവനമെന്നാണ്. ഇതാ ജീവനുള്ള അപ്പമായ യേശു കർത്താവ് ബെത്ലഹേമിൽ അപ്പത്തിൻ്റെ ഭവനത്തിൽ ജനിച്ചിരിക്കുന്നു. എന്തുകൊണ്ട് യേശുക്രിസ്തു ബെത്ലഹേമിൽ ജനിച്ചു? ബെത്ലഹേമിനെ നമുക്ക് ഒറ്റ വാക്കിൽ ഇങ്ങനെ പറയാം, അതൊരു ദുഃഖത്തിൻ്റെ സ്ഥലമായിരുന്നു. അനേക ദുഃഖ സംഭവങ്ങൾ നടന്നിട്ടുണ്ട് അവിടെ. ആദ്യമായി പ്രസവത്തോടനുബന്ധിച്ച് ഒരു സ്ത്രീ മരിച്ചത് ബെത്ലഹേമിലാണെന്ന് ഉൽപ്പത്തി പുസ്തകം 49-ാം അധ്യായത്തിൽ നാം വായിക്കുന്നുണ്ട്. മുൻപോട്ട് വരുമ്പോൾ രൂത്തിൻ്റെ പുസ്തകം 1-ാം അധ്യായത്തിൽ അവിടെ ഒരു ക്ഷാമം ബെത്ലഹേമിൽ സംഭവിച്ചു. വീണ്ടും മത്തായിയുടെ സുവിശേഷം 2-ാം അധ്യായത്തിൽ ഹെരോദ രാജാവ് 2 വയസ്സിന് താഴെയുള്ള എല്ലാ ആൺകുഞ്ഞുങ്ങളെയും കൊന്നുകളയുന്ന അതിദാരുണമായൊരു സംഭവം നടക്കുന്നു. അപ്പോൾ നിലവിളിയുടെ, ദുഃഖത്തിൻ്റെ, മരണത്തിൻ്റെ ഒരു സ്ഥലമായിരുന്നു ബെത്ലഹേം. അവിടെ ഇതാ യേശു കർത്താവ് ജനിച്ചിരിക്കുകയാണ്. പ്രിയരെ, പാപത്തിൻ്റെ സ്ഥലത്തെ ഓർമ്മപ്പെടുത്തുകയാണ് ബെത്ലഹേം. പാപമുള്ളിടത്ത് മരണമുണ്ട്, പാപമുള്ളിടത്ത് ക്ഷാമമുണ്ട്, പാപമുള്ളിടത്ത് അതിദുഃഖമുണ്ട്. എന്നാൽ ഈ അതിദുഃഖത്തിൻ്റെ സ്ഥലത്തേക്ക് നമ്മുടെ കർത്താവ് ജനിക്കുവാൻ വേണ്ടി കടന്നു വന്നു. ലൂക്കോസിൻ്റെ സുവിശേഷം 2-ാം അധ്യായം 10-ാം വാക്യത്തിൽ ദൂതന്മാർ ഇടയന്മാർക്ക് പ്രത്യക്ഷപ്പെട്ടിട്ട് പറഞ്ഞു, ഇത് സർവ്വജനത്തിനും ഉണ്ടാകുവാനുള്ള മഹാസന്തോഷം ഇവിടെ വന്നിരിക്കുന്നു. പ്രിയരെ, നമ്മുടെ കർത്താവായ യേശുക്രിസ്തു അതിദുഃഖത്തിൻ്റെ സ്ഥലമായിരിക്കുന്ന ബെത്ലഹേമിൽ അതിസന്തോഷമായി മഹാസന്തോഷം കൊണ്ടുവന്നിരിക്കുന്ന മഹാദൈവമാണ്. പാപികളും ദോഷികളും അതിദുഃഖിതരും മഹാദുഃഖിതരുമായിരുന്ന നമ്മെ ഓരോരുത്തരെയും സന്തോഷത്തിലേക്ക് കൂട്ടിവരുത്തുവാൻ വേണ്ടി നമ്മുടെ കർത്താവ് സ്വർഗത്തിൽ നിന്നും ഭൂമിയിലേക്ക് ഇറങ്ങി വന്നു. നമ്മുടെ പാപത്തിന് പരിഹാരം വരുത്തുവാൻ കാൽവറിയിലെ ക്രൂശിൽ മരിച്ചു, അടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റു. കർത്താവ് സ്വർഗത്തിൽ ഇന്ന് പിതാവിൻ്റെ വലത്തുഭാഗത്തുണ്ട്. നമ്മെ ചേർക്കുവാൻ മടങ്ങി വരുവാൻ പോകുകയാണ്. നമ്മെ ഇന്ന് സന്തോഷമുള്ളവരാക്കി, ക്രിസ്തുയേശുവിൻ്റെ സമാധാനമുള്ളവരാക്കി തീർത്തിരിക്കുന്നു. ആ സന്തോഷത്തോടുകൂടെ നമ്മുടെ പിതാവായ ദൈവത്തെ യേശുക്രിസ്തുവിലൂടെ സ്തുതിക്കാം. ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ.